മാറിക്കൂടെ? കയ്യളവ് നമ്മുടെ ടെൻഷൻ അനുസരിച്ച് കയ്യളവൊക്കെ മാറും. ഇത് മനസ്സിലാക്കാനാണ് പറഞ്ഞത്. രുചിയല്ല നമ്പർ 1, പിന്നെന്താ? സേഫ്റ്റിയാണ്, സുരക്ഷിതത്വമാണ്. അതിന്റെ പേരിലെ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. കംപ്ലൈന്റുകൾ ഉണ്ടാവും, പലതരം കംപ്ലൈന്റ് ഉണ്ടാവും. പക്ഷെ കംപ്ലൈന്റുകൾ മനസ്സിലാക്കേണ്ടത്, കംപ്ലൈന്റുകൾ നമുക്കെതിരെ ആൾക്കാർ പലതും പറയും, അതിനെതിരെ തകർന്നു പോകാൻ നിൽക്കരുത്. നെഞ്ചു വിരിച്ച് നിൽക്കണം. അവിടെ എന്താ പറയണ്ടേ? എന്താ പ്രശ്നം ചോദിക്കണം. കേൾക്കാൻ തയ്യാറായ തന്നെ 60% കംപ്ലൈന്റ് അവസാനിക്കും. കാരണം എന്താ? 60% കംപ്ലൈന്റും സേഫ്റ്റിയെ കുറിച്ച് ആകാറില്ല. അവൻ ഉദ്ദേശിച്ച സാധനം ആയില്ല, അത് സേഫ്റ്റി കംപ്ലൈന്റ് ആണോ? അല്ല. അപ്പൊ തന്നെ ഉത്തരം കൊടുത്താൽ എന്താണ്? അവിടെ തീരും. ഒന്ന് ചിരിച്ച പല കേസുകൾ ഞങ്ങൾ എന്തറിയോ, കേരളത്തിലെ പല ഫുഡ് സേഫ്റ്റി കേസിന്റെ പ്രത്യേകത ആ സംഭവിച്ച ഉടനെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന കേസായിരുന്നു. ഒരു കൈ എടുത്തിട്ട് ഒന്ന് ഒഴിവാക്കണം, പ്രശ്നം ആക്കല്ലേ എന്ന് പറഞ്ഞ കേസ്. അവിടെ എന്താ വെച്ചു? അവിടെ ഈഗോ വർക്ക് ചെയ്തു. ഞാൻ പറഞ്ഞ ഈഗോടെ ഉണ്ടാവരുത്. എന്താ ഈഗോ വർക്ക് എന്താ? ഇത് എന്റെ പണി വെക്കും, ഞാൻ എന്റെ പണി വെക്കാം, ഇത് വലിയൊരാള്, എനിക്കും ആൾക്കാരൊക്കെ ഉണ്ട്, കാണിച്ചു തരാന്ന് പറയും. ഇത് രണ്ടും കൂടെ പറയാ. പിന്നത്തെ 3 കോടതി ഞാൻ വന്നുകൊടുക്കും. പിന്നെ ഒരു ഫ്രണ്ട്സൊക്കെ ആവട്ടോ, മക്കളൊക്കെ അങ്ങോട്ട് കൂടി കെട്ടിക്കുകയോ ചെയ്യും. പറഞ്ഞത് അതിന് വല്ല കാര്യമൊന്നുമില്ല. ആ തുടക്കത്തിൽ അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞത് സമയം പോകും, പൈസ പോകും, മാനം പോകും. കാരണം എന്താ? ഇത് 3-4 കൊല്ലം അപ്പൊ നമ്മള് ചില സ്ഥാപനം കേരളം സംബന്ധിച്ചിട്ടുണ്ട്. അന്ന് പഴയ ചെറിയ കേസിലാണ്, അന്ന് കരട്ടായിരുന്നു, അന്ന് കഴിവെടുത്തു. ആർക്കറിയാം ഇന്ത്യയിലെ മുഖ്യമന്ത്രി ആയത്? എന്താ മുഖ്യമന്ത്രി? ആയിരത്തി നല്ല പേരാ. പക്ഷെ അതിന് മുമ്പ് കസാല പൊട്ടിച്ചപ്പോ അതിന്റെ ഫോട്ടോ റെയിലുണ്ട് ഫുള്ള് പൊട്ടിച്ചത്. ഞാൻ പറഞ്ഞതാ അഭിമാനമുണ്ടോ? ഞാൻ പറഞ്ഞത് അത് ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന നോക്കണം. കാരണം ഈ സേഫ്റ്റി എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കുറച്ച് ഫോട്ടോസേ കാണിച്ചു കാണുന്നുണ്ടോ? ഒരു സ്ഥലത്ത് അരി സൂക്ഷിച്ചിരിക്കുകയാണ്. ഷോറൂമാണത്. അംഗീകരിക്കാൻ പറ്റും. ആളുകൾ പറയുന്ന അതിന് പറഞ്ഞ ഉത്തരം എന്താ അറിയോ? ഈ ബിൽഡിംഗ് പൊളിക്കാനായിട്ട് ഞങ്ങൾ ലിക്വിഡ് സ്റ്റോറിൽ കുറെ കാലമായി, അഡ്മിനിസ്ട്രേറ്റർ ഒപ്പിടുന്നില്ല. അത് ആന്തോന്നല്ല, അങ്ങനെ കേൾക്കണ്ട. ഞാൻ മനസ്സിലാൻ വേണ്ടി പറഞ്ഞ ഉദാഹരണം, ഞാൻ പറഞ്ഞ ജീവാണെന്ന് ഉറപ്പൊന്നുമില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞ പൊതുവെ പറഞ്ഞാൽ സ്ട്രക്ചറുകൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ ബിൽഡിംഗ് പ്രശ്നമാണ്. ആ പറഞ്ഞതിൽ അർത്ഥമുണ്ടോ? +2 ഞാൻ ഇംഗ്ലീഷ് വെച്ചിട്ട് എന്നോട് വീട്ടുകാരെ വെച്ചു എങ്ങനെ തോറ്റത്. ഞാൻ പറഞ്ഞു മാഷ് ശരിയില്ലായിരുന്നു. ഞാൻ പഠിക്കാത്തതല്ല. ആരായിരിക്കരുത്. ഇവിടെ പ്രശ്നം എന്താ? ഇതേ സ്ഥാനത്ത് ഞങ്ങൾ കഴിഞ്ഞ സ്ഥലത്ത് ഒരു സ്ഥലത്ത് കണ്ടു. എന്താണ്? ഷെഡ് പോലത്തെ ബിൽഡിങ്ങിലാണ് പാചകം ചെയ്യണത്. അതിന്റെ ഫോട്ടോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്താ? ഷെഡ് പോലത്തെ സ്ഥലത്താണ്. പക്ഷെ അവിടെ അവർ ഉപയോഗിച്ച വൃത്തി ശുചിത്വം അവരുടെ സിസ്റ്റം ഉണ്ടല്ലോ, അത് കണ്ണുകളിപ്പോയി. ഞങ്ങൾ അതിനർത്ഥം എന്താ അറിയോ? വേണമെന്ന് വിചാരിച്ചാല് മനസ്സുണ്ടെങ്കിൽ പറ്റും. വൃത്തി എന്നുള്ള സാധനം ഏത്? അതല്ല, അത് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടില്ല. ഫോട്ടോ അതെ പറഞ്ഞത് കാര്യം പറഞ്ഞത് ഈ കാര്യം, അതായത് വൃത്തി ശുചിത്വ സാധനം എത്ര പൈസ ഉണ്ടായാലും സാധ്യത ഉണ്ടാവില്ല. ഉണ്ടാവോ? ഒരു കാര്യം ഞാൻ പറഞ്ഞ ഈ ITIകളും സൗകര്യങ്ങളും സ്ഥാപനങ്ങളൊന്നും അധികം ഇവിടെ കാര്യങ്ങളില്ല കേട്ടോ. ഇത്ര സൗകര്യങ്ങളും സ്ഥലത്തൊന്നും ഇല്ല. പക്ഷെ എന്താണ്? ഇതിനേക്കാൾ വൃത്തി ഇവിടെ മോശമാണെന്നല്ലേ പറഞ്ഞ അർത്ഥം. ഇതിനെങ്ങനെയാണ് നമ്മളൊരാൾ നല്ലതാണെങ്കിൽ അതിന് കുഴപ്പമില്ല, കൊണ്ടുപോകാൻ പറ്റും. നമ്മളത് ഇവിടെ മോശമാണെന്ന് പറയുന്ന അർത്ഥമില്ല. പക്ഷെ അതിനേക്കാൾ നല്ല സേവനമുണ്ട്, ഇത്ര സൗകര്യം. അതായത് നമ്മുടെ കുടുംബക്കാരന് ഉണ്ടാവും, നല്ല പൈസ ആൾക്കാരില്ലേ, സാമ്പത്തിക ആൾക്കാരില്ലേ, അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് തോന്നലുണ്ടാവുന്നത് വിശക്കുണ്ട്, എന്തെങ്കിലും തിന്നിട്ട് തിരിച്ചിറങ്ങാൻ അങ്ങനെയൊക്കെ എന്തിന്റെ പോവാ. അവിടെ ആൾക്കാർ പറയാ സ്ത്രീന്റെ കളർ കണ്ടിട്ട് ഒന്നും മാറ്റത്തോ പഴ നടന്നിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറഞ്ഞു പറഞ്ഞില്ലേ? എന്തുകൊണ്ടാ? കൃഷിയില്ലാത്തതുകൊണ്ട്, പൈസ ഇല്ലാത്തതുകൊണ്ട് അല്ല. നേരത്തെ ചില പാവപ്പെട്ട ആൾക്കാരെ വീട്ടിൽ പോയിട്ട് നമ്മൾ ചിലപ്പോൾ പറയും, വിളിച്ചു പറയും ഞാൻ വന്നിട്ട് എന്റെ ഉള്ളത് ഇരിക്കുവാണെന്ന് അറിയും. അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾക്ക് ഒപ്പുണ്ട്, അവർക്ക് വൃത്തിയുണ്ട്. ഒരിക്കലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടാൻ പറ്റില്ല. ഈ സാഹചര്യത്തിനെ എടുത്ത് പറഞ്ഞു ഇങ്ങനെ വെക്കാൻ പറ്റില്ല, ഉയർത്തി വെക്കണം, ചുവല് ചാരി വെക്കാൻ പാടില്ല, നല്ല രീതിയിൽ വെക്കുക. കാര്യം മറ്റു പ്രശ്നങ്ങളല്ല. അവര് മൂടി വെച്ചത് എന്തിനാണ്? എന്തോ പെയിന്റൊക്കെ വീഴുന്ന ഒഴിവാക്കി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരെ മൊത്തം ആക്ഷേപിക്കലാ ചെയ്യണേ. അവർക്ക് ആരും പറഞ്ഞിട്ടില്ല, അവർക്ക് പ്രാധാന്യം അറിയില്ല. പക്ഷെ അതിനുശേഷം അവർ മാറ്റങ്ങൾ എത്തിയിട്ടുണ്ട്. ഒരു ചിത്രമാണിത്. അപ്പൊ ഇങ്ങനെ ആവരുത് സ്ഥാപനങ്ങൾ വൃത്തിയുള്ളതാവും. അവരിന്ന് ഫ്ലോറ് ടൈലിട്ടില്ല, നിർബന്ധമുണ്ടോ? ഒരു വീട്ടിൽ ഒക്കെ ഉണ്ട്. എന്താ? ഷീറ്റ് വാങ്ങിച്ച് അടിയിൽ വിൽക്കാം ഇല്ലേ? അപ്പൊ ഇത് മനസ്സിലാക്കണം. അപ്പൊ പ്രശ്നമായിട്ട് പറയാനില്ല. യഥാർത്ഥ സ്ഥലം എന്താണ് കേട്ടോ? ഗ്യാസിന്റെ കുത്തി മറ്റു പല സാധനങ്ങള് ഇത് പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. കേട്ടോ? പല തുണിക്കഷ്ണങ്ങൾ ഉണ്ടാവും, തുണിക്കഷ്ണമൊക്കെ ഉണ്ടാവും, തുറക്കാനുള്ള പലതരം തുണിക്കഷ്ണങ്ങൾ.
അതിനൊക്കെ എന്തെങ്കിലും സിസ്റ്റം ഉണ്ടാക്കണം. എല്ലാം തുണി പ്രശ്നം എന്താ ഇല്ലേ? ചില ആൾക്കാരൊക്കെ പാചകത്തിന് അമ്മമാരെ കിടക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോ ഒരു 2-3 പണിക്കാരുണ്ടാവും. വൃത്തിയാൾക്കാരെ നോക്ക തൊട്ട് ശീലം കുറച്ചൊക്കെ കാണാണ്ടാവില്ല. എടി ആ തുണി അവിടെ മറ്റുണ്ടോ അവിടെ പ്ലേറ്റ് ഉണ്ട് ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾ തമ്മിൽ ഐഡി ഉണ്ടാണോ പറയണം, ഇതിന്റെ തുണി എടുക്കാതിരിക്കരുത്, അത് അവിടെ തന്നെ വെക്കണം. പ്ലേറ്റ് എടുക്കാനുള്ള തുണി അതാണ് ഒരു കളറാക്കി വെച്ചൂടെ, ഇനി കളറിലെ തുണികൾ എന്തെങ്കിലും മാറ്റി വെച്ചൂടെ. ഈ സിസ്റ്റത്തിന് വലിയ പൈസകളുണ്ടോ? സാമാന്യ ബുദ്ധി ഉണ്ടായാൽ മതി വൃത്തി ഉറപ്പാക്കാൻ. ഞാൻ പറഞ്ഞത് ഈ ബോധ്യങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ കണ്ടോ, ഇത് ഇവിടെ പ്രത്യേകത അറിയോ? ഇത് നല്ല ചിത്രമാണോ? അതായത് സ്റ്റീൽ കണ്ടെയ്നറിലാണ് വെക്കണേ, മറ്റു സാധാരണ ചരപ്പിലൊന്നുമല്ല, സ്റ്റീൽ കണ്ടെയ്നറിലാണ് വെക്കണേ. ലേബലിംഗ് കുറച്ചൊക്കെ ഉണ്ട്. അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഹാപ്പിയല്ല. എന്തുകൊണ്ടാ? ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഇത് തുടച്ച് വൃത്തിയാക്കാന് ഇനി ഡൽഹിയിൽ ആൾ വരണം. അതൊരു ഉത്തരവല്ലല്ലോ. എന്താ ആ മിനിമം മര്യാദ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഞങ്ങൾ ഓടിച്ചിട്ട് എവിടെ നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും. എന്താണ് ഞങ്ങൾ ആരോടും ഇന്നത് വേണം അത് വേണം ഇത്ര രൂപയുടെ സാധനം വേണം ഇത്ര ലക്ഷത്തിന്റെ സാധനം ഇറക്കണം ഒന്നും പറഞ്ഞില്ല. അതിന് പറ്റാവുന്ന നിങ്ങളുടെ ബിസിനസ്സിനനുസരിച്ചിട്ട് വൃത്തി നിങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾ ചെലവഴിച്ചോ, നമ്മളത് ശ്രദ്ധിക്കണില്ല. കുറെ പലരും ഭയങ്കര പൈസമാണ്, 6 മാസത്തേക്ക് കച്ചവടം ഉണ്ടാവുള്ളൂ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവുകളെ പറയാം. ഈ 6 മാസം കൊണ്ട് മാക്സിമം പൈസ ഉണ്ടാക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് അർത്ഥം കൂടെ ഉണ്ട്. ഞാൻ പറയാ നല്ല വൃത്തി ശുചിത്വം അത് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് കണ്ടോ, എന്താ ഒന്ന് കൈവരിച്ചേ. ഞാൻ ദ്വീപില് മാത്രം കണ്ട സിസ്റ്റമാണ്. കരയിൽ ഇങ്ങനെയല്ല. കരയിൽ നിങ്ങൾ ഏതെങ്കിലും പലചരക്കടയിലെ സൂപ്പർ മാർക്കറ്റിലോ പരിചരിച്ചാലും ഇത്ര വൃത്തി കാണാറില്ല. ഞാൻ പറയാം അതിന് ഞങ്ങൾ നല്ലതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഇതില് നല്ല സിസ്റ്റം എന്താണ്? സെക്യൂരിറ്റി കാര്യം മാത്രമല്ല, കെമിക്കലുകൾ ഒരു ഭാഗത്ത്, ഭക്ഷണം വേറെ ഭാഗത്ത് ഇല്ലേ? ഇവിടുത്തെ റീറ്റെയിൽ ഷോപ്പിൽ അവർക്ക് വൃത്തിയിട്ട്, നമ്മുടെ സ്റ്റോർ റൂമിലോ പലപ്പോഴും അതില്ല. ശ്രദ്ധിക്കണം. ഏത് വാങ്ങിക്കൊണ്ടിരുന്ന കടയിലാണ് അവരുടെ അത് കണ്ടിട്ട് പോലും നമുക്ക് ഇങ്ങനെ എന്റെ സ്ഥലത്ത് വെക്കണം നമ്മൾ തോന്നുന്നത് എന്താ? വീട്ടിലെന്താണ് വെക്കാത്തത്? ശ്രദ്ധിക്കുക. ഏത് കടയിൽ അറിയിച്ചറിയണ്ട. അതാണ് നമ്മുടെ ചർച്ച. അല്ലാതെ വേറെ സ്ഥലത്ത് എന്താണ് ഗ്ലാസ് നന്നായി കഴുകിയിട്ടുണ്ട് എവിടെ വെച്ചിട്ടുള്ളത്? വൃത്തിയായിട്ടൊരു പാത്രത്തില്. നല്ല കാര്യമുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ ഇതിനും ഞാൻ പറയുന്നു ഈ ബോധ്യങ്ങൾ നമുക്ക് ഉണ്ടാവണം. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങള് ഉപകരണങ്ങള് ഇതുണ്ടോ ഈ പാത്രം എന്താ സേഫ്റ്റിന്റെ ടിന്നാണ്. ആ മസാല ടിന്ന് ആക്കിയതാണ്. മസാല ടിന്നല്ലത്, ടെർപ്പന്റൈന്റെ ടിന്നാണ്. കെമിക്കലിന്റെ ടിന്നില് മസാല ഇട്ടിട്ട് അംഗീകരിക്കാൻ പറ്റും. എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു നേരത്തെ നിങ്ങൾക്ക് നമ്മുടെ ജോലി പ്രവൃത്തി എന്ന് പറഞ്ഞ സാധനത്തിൽ ഏറ്റവും നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താ? ഏറ്റവും നമുക്ക് പറ്റാവുന്ന കാര്യം ഏറ്റവും മിനിമം പ്രാർത്ഥിക്കാൻ യോഗ്യത ഉണ്ടാക്കുന്നേ പറയും. അത് പ്രാർത്ഥിക്കാൻ യോഗ്യത. നമ്മൾ നന്നായി പണിയെടുക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ എന്നിട്ടും കംപ്ലൈന്റ് ഉണ്ടാവാം അല്ലേ? തലകുത്തി പണിയെടുക്കുന്ന ആൾക്കാരല്ലേ നല്ല അത് പടുത്തിരിക്കുന്ന മാവനാണ് കൂടുതൽ ഏറിട്ടെന്ന് പറയുന്ന പോലെ നന്നായി നിൽക്കുന്ന ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എല്ലാവരും കുറ്റപ്പെടുത്തും ചിലപ്പോ. പക്ഷെ നമ്മുടെ മനസ്സിൽ ഉറപ്പുണ്ടാവും ഇത് എന്റെ അടുത്ത് പറ്റിയതല്ല. അങ്ങനെ ഉറപ്പ് മനസ്സിലുണ്ടെങ്കിൽ മറ്റൊരു ഉത്തരം പറയാൻ നിർബന്ധമില്ല. പക്ഷെ നമുക്ക് ഒത്തിരി പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെ നമുക്കറിയാം 10-20 പണി കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ അറിഞ്ഞിട്ട് ചെയ്തിട്ടില്ല, ഇത് എങ്ങനെയാ പറ്റിയതാണ് ഒന്ന് രക്ഷപ്പെടുത്തുന്ന പറഞ്ഞൂടെ? അവിടെ പ്രാർത്ഥിക്കാൻ യോഗ്യതയുണ്ട്. നേരെ തിരിച്ച് നമ്മുടെ ശ്രദ്ധക്കുറവുണ്ട് അശ്രദ്ധ കൊണ്ട് ശരിക്കൊന്ന് കഴുകണമായിരുന്നു, ഈ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കാമായിരുന്നു, ഇതൊക്കെ അറിഞ്ഞിട്ട് അത് നാളാക്കാം അല്ല. അങ്ങനെ പറഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് അതിനൊരു പ്രശ്നമായതാണെങ്കിലോ പറ്റോ? മനസ്സിലായോ? നമുക്ക് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ ഇന്ന കാരണം കേൾക്കുമ്പോ അതൊന്നും കഴുകിയിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടാവലുണ്ട്. ആ ഒരു പ്രശ്നത്തില് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അവിടെ പ്രാർത്ഥിക്കാൻ യോഗ്യതയില്ല. കാരണം ഏത് മക്കത്തോ മതിരത്തോ പോയിരുന്നാലും എന്താണ് ഒന്നും പറയാണ്ടാവില്ല. എന്ത് ഒക്കെ അയാൾക്കാരില്ലേ, ഞാൻ എന്താ പറയാനുള്ളതെന്നാ ഞാൻ പറയേണ്ടതാണ്. നമ്മൾ ശ്രദ്ധിക്കുന്ന ആൾക്കാരോ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഉടനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇത് സംസാരിക്കുക, പറയാ ഏത് ഇന്ന പ്രശ്നം ഉണ്ട്. അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിലൊരു സ്കൂളില് ആ ഭക്ഷണം വിളമ്പാൻ നേരത്ത് ഹെഡ്മാസ്റ്റർ ഇങ്ങനെ നടന്നു നോക്കുകയാണ്. അപ്പൊ എന്താ അവിടെ പാചകം ചെയ്യുന്ന ചേച്ചി ഇങ്ങനെ വട്ടം കിടക്കുകയാണ്. എന്ത് ഒരു സമാധാനം ജാഗ ഇങ്ങനെ തലയോട് കിടക്കുന്നുണ്ട്. എന്താണ് ചേച്ചി പ്രശ്നം? അത് സാറേ ഇപ്പോ വെല്ലടിക്കാനായിട്ടുണ്ട് ഉച്ചക്കൽ ഭക്ഷണത്തിന്റെ കുറച്ച് സമയമുള്ളൂ. അപ്പൊ എന്താ പ്രശ്നം? അപ്പൊ ആദ്യം മിണ്ടില്ല. പിന്നെ കുറച്ച് ചേച്ചി പറഞ്ഞത് സാറെ പ്രശ്നം എന്താ? സാറിനെ ചീത്ത പറയാൻ എന്താ ഈ കരി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിന്റെ അപ്പുറത്ത് ഞാൻ നേരത്തെ പി ടി മാഷ് അവരോട് സോപ്പ് ചോദിച്ചു. അപ്പൊ ഞാൻ സോപ്പിന്റെ കഷ്ണം എടുത്തു കൊടുത്തു. അയാള് അത് അവിടെ തിരിച്ചു വെക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ എടുത്തു വെക്കാന്ന് കരുതി.
പക്ഷെ കുറച്ച് വന്നപ്പോ സോപ്പ് കാണാനില്ല. പിള്ളേര് 4 പിള്ളേർ ഇതിൽ ഓടിപ്പോയിരുന്നു. അപ്പൊ അത് കറിയിലോട്ട് വീണോന്ന് അറിയില്ല. ഇത്രയും വലിയൊരു പാത്രത്തില് ഈ സോപ്പിന്റെ കഷ്ണം വീണോന്ന് അറിയില്ല. അപ്പൊ മാഷ് കാണാൻ എന്താ കാര്യമില്ല, സോപ്പിൽ സ്വയം നോക്കിയിട്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് തുറന്നു പറഞ്ഞോണ്ട് മാഷ് പറഞ്ഞത്, മാഷ് പറഞ്ഞു അല്ലോ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവര് പറഞ്ഞു സാറേ എനിക്കൊരു ധൈര്യമില്ല കൊടുക്കാൻ. അല്ല ഈ ചേച്ചിക്ക് എന്ത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല സാറേ നിങ്ങൾ പോയിക്കോളി പറഞ്ഞിട്ട് വിളമ്പാം. പക്ഷെ ഈ ചേച്ചി എന്താ പറഞ്ഞേ, എനിക്കൊരു ഉറപ്പില്ല സാറേ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പൊ മാഷ് പിന്നെ ധർമ്മസംഘടന എനിക്ക് എന്താ ചെയ്യാം. അപ്പൊ സാറ് തുറന്നു പറയും, എന്താ പറഞ്ഞ തൽക്കാലം ഞാൻ കരി കൊടുക്കണ്ട, കറി ഇല്ലെങ്കിൽ ആ പ്രശ്നമാവും. ചേച്ചി ഇനി വേറെന്താ വഴിയുള്ളത്. അപ്പൊ ചേച്ചി പറഞ്ഞു ഒരു വഴി പറഞ്ഞാൽ കുറച്ച് കഞ്ഞിവെള്ളം ബാക്കിയുണ്ട്, കുറച്ച് പപ്പടം ഉണ്ട്, ഞങ്ങൾ പപ്പടം താളിക്കാന്ന്. പപ്പടം ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ട് കറി ഒപ്പിക്കാം. അപ്പൊ ഹെഡ്മാസ്റ്റർ പറഞ്ഞു അതുണ്ടാക്കി ബാക്കി ഞാൻ നോക്കിക്കോളാം. ആ വിളമ്പണ സമയത്ത് മൊത്തം ഈ ചേച്ചിനെ തെറി പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ കഴിക്കണേ. കുട്ടികളാണ് ടീച്ചർമാരാണെങ്കിലും ചേച്ചിക്ക് കറി ഉണ്ടാക്കിയോളൂ, മറ്റേ കാര്യത്തെ ഒപ്പം അത് അങ്ങനെയല്ല ഇതിങ്ങനെയല്ല എന്താ പറയുന്നില്ല, എല്ലാവരും സമയമില്ലല്ലോ. പക്ഷെ വൈകുന്നേരം 4 മണിയാകുമ്പോ കുറച്ച് ടീച്ചർമാരെ ചേച്ചിനെ കെട്ടിപ്പിടിച്ചു. എന്താ പറഞ്ഞു, ഇപ്പോഴാണ് ചേച്ചി വിഷയം മാഷ് പറഞ്ഞു മീറ്റിംഗ് വെച്ചു. കാരണം എന്താ, നിങ്ങളെങ്ങാനും പറയാതെ തന്നിരുന്നെങ്കിൽ ഇവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു, ഞാൻ കാലത്തൊന്നും മനസ്സിലാവില്ലായിരുന്നു. പക്ഷെ അത് അർത്ഥം അവിടെ തീർന്നില്ലത്. അതിന് ശേഷം പിന്നെ എന്ത് വിഷയം ഉണ്ടെങ്കിലും ഈ ചേച്ചി വിശ്വസിക്കാൻ പറ്റുന്ന ആളാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പിന്നെ ചേച്ചിയുടെ അഭിപ്രായം ചോദിക്കും. ഞാൻ പറഞ്ഞെന്താ, നമ്മളാണ് നമ്മുടെ ഇരിപ്പ് എവിടെയെന്ന് തീരുമാനിക്കേണ്ടത്. വ്യത്യാസം മനസ്സിലായോ? അദ്ദേഹത്തിന് നാളെ സോപ്പിടാൻ വെക്കണ്ട, അങ്ങനെയല്ല പറഞ്ഞത്. നമ്മളെ വിശ്വസിക്കാൻ പറ്റും, ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവണം. നമ്മളെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള ആൾക്കാരാണ്. എന്താ ഭാഗ്യം? നിങ്ങൾ വിളമ്പി കൊടുത്ത കുട്ടികളൊന്നും ജീവിതത്തിൽ നിങ്ങൾ മറക്കുമോ? മറന്നാലും കുഴപ്പമൊന്നുമില്ല, എന്ന് മറക്കൂല, മറന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ അറിയോ, വിശ്വസിക്കുന്ന ഏതൊരാളും രാവിലെ എണീച്ചാൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്നാണ് എന്താണ്, പക്ഷോനെ എന്നെ നോക്കിയാൽ നോക്കണേ പറയില്ലേ നമ്മള്, എന്നെ ഹെൽപ്പ് ചെയ്യണേ നീ ഹെൽപ്പ് ചെയ്യണ പറയില്ലേ. അങ്ങനെ ഈ കുട്ടികളൊക്കെ പ്രാർത്ഥിക്കുന്നതിൽ നമ്മൾ വരില്ലേ. കാരണം നിങ്ങള് അവന്റെ ജീവിതഘട്ടത്തില് നിങ്ങൾ ഭക്ഷണം കൊടുത്ത ആൾക്കാരാണ്. ഈ പ്രാർത്ഥന എല്ലാവർക്കും കിട്ടുമോ? പലരും കിട്ടൂല. പല സ്ഥാപനങ്ങളിലും പല കോളേജുകളിലും ഞാൻ അറിയാം, എന്താ മാഷന്മാരാർക്കും ഓർമ്മ ഉണ്ടാവില്ല, അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഓർമ്മയാണ്. ഞാൻ പറഞ്ഞത് അത് 2 രീതിയിലും തിരിച്ചടിക്കാം. ഒന്ന് നല്ല രീതിയിൽ വരാം, അല്ലെങ്കിൽ മോശം രീതിയിൽ വരാം. അപ്പൊ ഈ കാര്യം ഓർത്തിരിക്കുക. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആകരുത്, വൃത്തിയുള്ളതാണ്. അതുപോലെ കണ്ടോ, ഇതൊരു സ്ഥലത്ത് കണ്ടതാണ്. ഈ സിങ്കിന്റെ നിറം 8 കൊല്ലമായി കട തുടങ്ങിയിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. 8 കൊല്ലമായിട്ടും ഈ സിങ്കിന്റെ കളർ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. എന്താ വലിയ കാര്യമാണോ? ദ്വീപിലെ പല ആൾക്കാരും പറയുന്നത് അറിയോ, വെള്ളം മോശമായതുകൊണ്ട് അത് കറ പിടിക്കും, സിങ്കൊന്നും നന്നാവില്ല. ആ സ്ഥാനത്താണ് ഈ മനുഷ്യൻ ഈ കോലത്തിൽ ഇപ്പോഴും ആക്കി വെച്ചിരിക്കുന്നത്. അയാൾ സമ്മതിക്കണ്ടേ? അതിന്റെ അർത്ഥം എന്താ അറിയോ, സാധിക്കും, വേണമെന്നുണ്ടെങ്കിൽ സാധിക്കും. അതായത് എല്ലാത്തിനും കുറ്റം പറഞ്ഞ് നടക്കാൻ പാടില്ല ഈ കാര്യങ്ങൾ. അടുത്തതാണ് ഫ്രീസറുകൾ, ഇറച്ചി, മീന്. ഇതിൽ പ്രശ്നം എന്താ, ആ ചോര കെട്ടി കിടക്കുന്നതാണ് പ്രശ്നം. പിന്നെന്താ, മിക്സ് ചെയ്ത് വെച്ചു. എന്ത് മിക്സ് ചെയ്ത് വെച്ചു? പ്ലാസ്റ്റിക്, ഇറച്ചി, മീന്, ഇതൊക്കെയാണോ? അത് മിക്സ് ചെയ്യാൻ പറ്റില്ലേ? എല്ലാം മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മളെ വീട്ടിലെ ഫ്രിഡ്ജിലൊക്കെ ഫ്രീസറിലൊക്കെ ഇറച്ചി മീനെ പൊരിപ്പിച്ചൊക്കെ ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഒരു വൃത്തിയില്ലാതെ ഓർഡറില്ലാതെ വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താ പറയാ, അവിടെയൊക്കെ പ്രശ്നം ചോരാതൊക്കെ പ്രശ്നം, അതിനേക്കാളും വേറെ പ്രശ്നം എന്താ പറയാ, ഒരിക്കലും ഇറച്ചി, മീന്, ബീഫ്, മീന്, ചിക്കന് ഇവയൊന്നും തമ്മിൽ തട്ടുന്ന രീതിയിൽ സൂക്ഷിക്കാൻ പാടില്ല. എന്തുകൊണ്ടാ? ഓരോ ഈ പറഞ്ഞ ലോകത്തിലെ ഓരോ വസ്തുവിലും ഉണ്ടാകുന്ന ബാക്ടീരിയകൾ വ്യത്യസ്തമാണ്. അതില് വ്യത്യാസം ഉണ്ടെന്നറിയോ? അത് മാത്രമല്ല, ഈ ലോകത്തിലെ ഓരോ വസ്തുവും പാകമാകുന്ന ഊഷ്മാവ് വ്യത്യസ്തമാണ്. സംശയമുണ്ടോ? ഇറച്ചി, ബീഫ് എടുക്കണമെങ്കിൽ മിനിമം എത്ര വിസിൽ എടുക്കണം? കുക്കറിൽ ഒരു 3 കിലോയുടെ കുക്കറാണെങ്കിൽ ഒരു 4 വിസിൽ മിനിമം അടിക്കണം. മൂപ്പിനനുസരിച്ച് മാറും. സത്യല്ലേ? ഒരു 4-5 വിസിൽ മേലെ അടിച്ചാലാണ് ബീഫ് വന്നിട്ടുള്ളൂ. ചിക്കൻ ആണെങ്കിൽ 4 മുകളിലാണ്, 4ന്റെ മുകളിലാണ്.